ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീഡിയോയിലും നിങ്ങളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ആദ്യം തന്നെ നിങ്ങളോട് നന്ദി പറയുന്നു ഇത്രയും സപ്പോർട്ട് തന്നതിന്. ഇനി ഇത് മൂന്നാമത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ ഒരു കസ്റ്റമായിട്ടുള്ള ഒരു ആക്ഷൻ എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചെറിയ ഒന്നോ രണ്ടോ ചെറിയൊരു കമാൻഡ്സ് പോലും നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ റൺ ചെയ്യിക്കാത്തവർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അലാറം സെറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരാളെ കോൾ ചെയ്യാനാണെങ്കിലും നമ്മളൊരു കമാൻഡ് കൊടുക്കുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഗൂഗിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യണം, എന്നിട്ട് ഈ ഔട്ട്പുട്ട് വരണം എന്നുള്ളത് ഗൂഗിൾ അത് പറഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതുപോലെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൻസർ വരണം എന്നുള്ളത് നമുക്ക് പറഞ്ഞ് ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ പറഞ്ഞ് പഠിപ്പിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതിനെയാണ് ഒരു കസ്റ്റമായിട്ടുള്ള ഒരു ആക്ഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്യണത് ഡയലോഗ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ ഒരു ആക്ഷൻ ബിൽഡ് ചെയ്യണത്. ഈ ഡയലോഗ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു മനുഷ്യനും ഒരു സിസ്റ്റവും തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ തന്നെ കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡയലോഗ് ഫ്ലോ. അതായത് ഇപ്പോൾ ചാറ്റ് ബോട്ടുകൾ, പലതരം ചാറ്റ് ബോട്ടുകൾ നമുക്ക് ഇതിലുണ്ടാക്കാം. ടെലഗ്രാമിലേക്കൊക്കെ ഉള്ള ചാറ്റ് ബോട്ടുകൾ നമുക്ക് ഡയലോഗ് ഫ്ലോ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ മനുഷ്യനും ഒരു സിസ്റ്റവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എളുപ്പത്തിലാക്കാൻ വേണ്ടി ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡയലോഗ് ഫ്ലോ. ഈ ഡയലോഗ് ഫ്ലോ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ ഒരു കസ്റ്റമായിട്ടുള്ള ഒരു ആക്ഷൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഒരു ആക്ഷൻ ബിൽഡ് ചെയ്യാന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഡയലോഗ് ഫ്ലോയിലൊരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഡയലോഗ് ഫ്ലോ എടുക്കുക. അതിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ഇപ്പോൾ എനിക്കിപ്പോൾ ഡയലോഗ് ഫ്ലോയിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ലോഗിൻ ചെയ്തു. ഇനി ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു ഏജൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ആൻ ഏജൻറ്റ് കൊടുത്തു, ലെഫ്റ്റ് സൈഡിലുള്ളത്. ക്രിയേറ്റ് ആൻ ഏജൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഈ ചാനലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുണ്ടാക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ DTech എന്ന് കൊടുത്തു. എന്നിട്ട് ക്രിയേറ്റ് കൊടുത്തു. ഇപ്പോൾ ഏജൻറ്റ് ക്രിയേറ്റ് ആയി വന്നു. ഏജൻറ്റ് ക്രിയേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഇതിൽ 2 ഓപ്ഷൻ കാണാം. ഡീഫോൾട്ട് ഫോൾ ബാക്ക് ഇൻറ്റൻറ്റും ഡീഫോൾട്ട് വെൽക്കം ഇൻറ്റൻറ്റും. വെൽക്കം ഇൻറ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഹായ് ഹലോ എന്നൊക്കെ പറയണത് വരണമല്ലോ. അതിൽ ആ തുടക്കത്തിലുള്ള ഇൻറ്റൻറ്റുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ശരിക്കും വേണ്ടത് എന്താണ്, നമ്മൾ ഒരു കമാൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചൊരു ഉത്തരം വരിക അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് എങ്ങനെ വരിക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഇതിൽ ട്രെയിനിങ് ഫേസസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ആഡ് യൂസർ എക്സ്പ്രഷൻ, അതായത് ഇവിടെ യൂസർ എന്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു അസിസ്റ്റൻറ്റിനെ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് ചോദിക്കും എന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മളോട് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എഴുതാം, ടെൽ മീ സംതിങ് അബൌട്ട് DTech. ഇത് ഞാൻ അങ്ങനെ കൊടുത്തു. ഒരു യൂസർ ഇങ്ങനെ കൊടുക്കാം. യൂസർ ഇങ്ങനെ തന്നെ കൊടുക്കണം എന്നില്ലല്ലോ. ചിലപ്പോൾ യൂസർ വെറുതെ എന്ത് കൊടുക്കാം, DTech എന്ന് ചോദിക്കാം. അപ്പോൾ അതുപോലെ യൂസർ എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുക. അത് ചെയ്യേണ്ടത് അതാണ് ഈ യൂസറിൻ്റെ എക്സ്പ്രഷൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഇപ്പോൾ ഞാൻ 2 ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, DTechഉം ടെൽ മീ സംതിങ് അബൌട്ട് DTechഉം. ഓക്കെ, ഇനി റെസ്പോൺസ് എന്തൊക്കെ വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിവിടെ കുറേ റെസ്പോൺസ് അവർ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ തൽക്കാലം അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ജസ്റ്റ് ഞാൻ എൻ്റേതായ പുതിയൊരു ടെക്സ്റ്റ് മെസ്സേജ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിൽ എന്താ DTech എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, DTech ഈസ് എ യൂട്യൂബ് ചാനൽ ബൈ ദീപക്. ഇത് ദീപക് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മളിപ്പോൾ കൊടുത്തത്. ഇപ്പോൾ എന്തായി, ഈ രണ്ട് എക്സ്പ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇതായിരിക്കും നമുക്ക് ഉത്തരം തരുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ നോക്കി നമ്മളിങ്ങനെ മുകളിൽ സേവ് കൊടുക്കുക. അപ്പോൾ അത് സേവ് ആവും. അപ്പോൾ സൈഡിലൂടെ ഇൻറ്റൻറ്റ് സേവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതും വരും. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഏജൻറ്റ് ട്രെയിനിങ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡും വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ
ഒരു കമാൻഡ് കൊടുക്കുകയും ചെയ്തു, അതിനനുസരിച്ചുള്ള റെസ്പോൺസ് എന്താണെന്ന് കൊടുക്കുകയും ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് തരണം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ DTech എന്ന് കൊടുത്തുകൂടെ. DTech കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു, യൂസർ എന്താ പറഞ്ഞത്, DTech എന്ന് പറഞ്ഞു. അപ്പോൾ ഡീഫോൾട്ട് റെസ്പോൺസ് ആയിട്ട് എന്താ, DTech ഈസ് യൂട്യൂബ് ചാനൽ ബൈ ദീപക്. ഓക്കെ, ഇത് വർക്കിംഗ് ആണ്, മനസ്സിലായി. ഇനി ഇത് നമ്മളിപ്പോൾ ഗൂഗിൾ DialogFlowയിൽ ഇത് തന്നെ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് വേണം, ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കണം. അപ്പോൾ അതിൽ തന്നെ സി ഹൗ ഇറ്റ്സ് വർക്ക് ഇൻ ഗൂഗിൾ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്ത് കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മെയിൽ ID കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ മെയിൽ ID കണക്ട് ചെയ്ത ഡിവൈസസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കമാൻഡ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ഏത് ഡിവൈസസ് ആണോ, ചിലപ്പോൾ വീട്ടിൽ ഗൂഗിൾ ഹോം പാഡ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊരു ഗൂഗിൾ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇവിടെ സൈഡിൽ റൈറ്റ് സൈഡിൽ മുകളിൽ ഇപ്പോൾ എൻ്റെ ഒരു മെയിൽ ID വെച്ചിട്ടാണ് ഞാൻ അതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മെയിൽ ID ഏതൊക്കെ ഡിവൈസസിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ ആ ഡിവൈസസിൽ മാത്രമാണ് ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്ത കമാൻഡ്സ് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഫോണിൽ എനേബിൾ ചെയ്ത മെയിൽ ID തന്നെയല്ലേ ഇവിടെ ഉള്ളത് എന്നും ശ്രദ്ധിക്കാവുന്ന. ഓക്കെ, അത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു സിമുലേറ്റർ ഉണ്ടാവുക. ഈ സിമുലേറ്ററിൽ ഓൾറെഡി ഒരു ടോക്ക് ടു മൈ ടെസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആപ്പ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കമാൻഡാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതന്നെ ജസ്റ്റ് ഒരു എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഗൂഗിൾ അസിസ്റ്റൻ്റ് സിമുലേറ്ററിൽ അത് വരും. ആ ഒരു റെസ്പോൺസുകൾ എഴുതി കാണിക്കും. ഓൾ റൈറ്റ്, ഗെറ്റിംഗ് ദ ടെസ്റ്റ് വേർഷൻ ഓഫ് ടെസ്റ്റ് ആപ്പ്, ഹായ് ഹൗ ആർ യു ഡൂയിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഗൂഗിൾ ജസ്റ്റ് തന്നതാണ്, ഒരു വെൽക്കം മെസ്സേജ് പോലെയൊക്കെ നമ്മൾ തന്നതാണ്. ഇനി നമ്മളിവിടെ കൊടുത്ത യൂസർ എന്താ ഇൻപുട്ട് കൊടുക്കാൻ പോണത്, എന്താ DTech എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമാൻഡാണ് യൂസർ കൊടുക്കണത് വിചാരിക്കാം. യൂസർ DTech എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പറഞ്ഞു തരും എന്ത്, DTech ഈസ് യൂട്യൂബ് ചാനൽ ബൈ ദീപക് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ആക്ഷൻസിൽ ടെസ്റ്റും വർക്കായി, അതായത് സിമുലേറ്ററിൽ നമ്മളിത് വർക്ക് ചെയ്യിച്ചു. ഇനി ഇത് നമുക്ക് ഫോണിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. DialogFlow ഉപയോഗിച്ചിട്ട് ഒരു കസ്റ്റമായിട്ടുള്ള ആക്ഷനും എന്താണെന്നും അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്താണെന്നും അതിൻ്റെ റെസ്പോൺസ് എന്താണെന്നും നമ്മൾ സെറ്റ് ചെയ്തു. അത് ഗൂഗിൾ അസിസ്റ്റൻ്റുമായിട്ട് കണക്ട് ചെയ്തു. പിന്നെ സിമുലേറ്ററിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. ഈ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമുക്കത് എന്ത് വേണം, നമുക്ക് ആ ഗൂഗിൾ അസിസ്റ്റൻ്റ് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസസിലൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കസ്റ്റം ആക്ഷൻസ് ബിൽഡ് ചെയ്ത് എൻ്റെ അസിസ്റ്റൻറ്റിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അസിസ്റ്റൻ്റുള്ള അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള അസിസ്റ്റൻസിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ചെയ്യണത്, എൻ്റെ ഫോണിൽ അസിസ്റ്റൻ്റ് എനേബിൾഡ് ആണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ബിൽഡ് ചെയ്ത ഈ ആക്ഷൻ നമുക്കെൻ്റെ ഫോണിൽ നമുക്ക് എങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് ഇനി ഇപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്കത് ഫോണിലൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. Okay Google, talk to my test app. Okay, let's get the test version of my test app. Good day, what can I do for you today? Tell me something about DTech. DTech is a YouTube channel by Deepak. മനസ്സിലായില്ലേ? അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമാൻഡ്സ്, അതായത് ടെൽ മീ സംതിങ് അബൌട്ട് DTech എന്ന് കൊടുത്തു കഴിഞ്ഞാൽ DTech ഈസ് യൂട്യൂബ് ചാനൽ ബൈ ദീപക് എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസ് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അതെൻ്റെ ഫോണിലേക്ക് ട്രൈ ഔട്ട് ചെയ്യാനും പറ്റി. ഇത് ഒരു ചെറിയൊരു ബേസിക് കമാൻഡ് മാത്രമാണ്. ഇതുപോലെ നമുക്ക് കുറേ കമാൻഡ്സ് സെറ്റ് ചെയ്തിട്ട് കുറേ കമാൻഡ്സ് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയുക, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒരു ആപ്പ് പോലെയൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം വരെ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്. അപ്പോൾ ഇത് എന്താ പറയുക, ആർക്കും വേണമെങ്കിലും ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവണമെന്നോ അല്ലെങ്കിൽ പ്രോഗ്രാം സ്കില്ല് വേണമെന്നൊന്നുമില്ല ഇത് ചെയ്യാൻ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. ഏറ്റവും ബേസിക് ലെവലിലുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ടും ഒരു കോഡിങ് അറിയാതെ ഒരാൾക്ക് വേണമെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റ് ആപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.